ഇത്തരം ദുഷ്ട ശക്തികളുടെ നേരെ, അതാണല്ലോ ധനുസിന്റെ ധർമ്മം, വില്ലിന്റെ ധർമ്മം. ആ രക്ഷക്കായിട്ട്, ആ പ്രകൃതിയുടെ വിഷമായ അന്തരീക്ഷത്തിൽ നിന്ന് സംരക്ഷകനായ അയ്യപ്പനിലേക്കുള്ള യാത്രയാണ് 41 ദിവസത്തെ മണ്ഡലകാല വ്രതം. കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവഭരിതമാകുന്ന, ആധ്യാത്മികമായ ചിന്തകളാൽ ഉണരുന്ന ഒരു സമയമാണ്. മനഃശാസ്ത്രന്മാരൊക്കെ പറയുന്നത് ഈ കാലത്ത് ആക്രമണങ്ങളും ലഹരി ഉപയോഗമൊക്കെ വളരെ, ഞാനിപ്പോൾ ബസ്സിൽ വരുമ്പോൾ 10 ചെറുപ്പക്കാരവിടെ മാലയിട്ട് അതിൽ കയറി അവരമ്പലത്തിലേക്ക് പോവുകയാണ്. സാധാരണ അവർ പോകുന്നത് ആ സമയത്ത് ലഹരി വിൽക്കുന്ന സ്ഥലത്താണെന്ന് എനിക്കറിയുന്ന എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഇനി അവർ 40 ദിവസം അവർ വ്രതത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് മനുഷ്യ മനസ്സുകളിൽ ഒരു പ്രഭാഷണം കൊണ്ടും ഒരു ഉത്ബോധനം കൊണ്ടും ഒന്നും സാധിക്കാത്ത ഒരു ആധ്യാത്മികമായ വിപ്ലവം, നവോത്ഥാനമാണ് ഈ മണ്ഡലകാലത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഗൃഹങ്ങളിൽ ശാന്തിയുണ്ടാകുന്നു. രാവിലെ ആ അരുണോദയ സമയത്ത് തന്നെ, സൂര്യോദയ സമയത്ത് തന്നെ ശരണം വിളികൾ കേട്ട് നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ ഒരു ആധ്യാത്മിക വഴിയിലൂടെ പോകുന്ന, അതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ദിനമാണ്. നമ്മളെല്ലാം കലിയുഗവരതനായ നിഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു മഹാശക്തി പരദേവതയുടെ സന്നിധിയിൽ, നേരത്തെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായ ശ്രീ സുരേഷ് വർമ്മ പറഞ്ഞതുപോലെ, കേരളത്തിലെ അതിപ്രഗത്ഭരായ 25 സന്യാസി ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ ഈ വേദിയിൽ വരിക എന്നത് ഈ ഗ്രാമത്തിൻ്റെ ഒരു പുണ്യമായിട്ട് നമ്മൾ കാണണം. പല ജീവിതത്തിൻ്റെ പല പല കാലങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നാളെ എന്നായിട്ട് നീട്ടിവെക്കുമ്പോഴെല്ലാം ആയുസ് പുനരഭി ജനനി, ആയുസ് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് കുറയുകയാണ്. സായം പ്രാത ശിശിര വസന്തോ പുനരായാതു കാലക്രീഡതി ഗച്ഛധ്യായു. കാളിദാസൻ എഴുതിയതാണ്. ദിനമഭി രജനി സായം പ്രാത, രാവിലെയും വൈകുന്നേരമായിട്ട് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ശിശിര വസന്തോ പുനരായാതോ, ശിശിരവും വസന്തമൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്ന് കക്കാട് പാടിയതുപോലെ കാലക്രീഡതി ഗച്ഛധ്യായു, ആയുസ്സും പോവുകയാണ്. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സഭയിൽ ആധ്യാത്മികമായിട്ട്, കേരളത്തിൽ പഠനങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വലിയ രോഗങ്ങളുടെ ഒരു കേദാരമായിട്ട്, ഹബ്ബായിട്ട് മാറുമ്പോൾ അതിന് പരിഹാരം ആശുപത്രികളോ മെഡിക്കൽ ഷോപ്പുകളോ വലിയ ബിരുദമുള്ള ഡോക്ടർമാരോ അല്ല, ആധ്യാത്മികമായ ഈ കാര്യം. ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണ്. ആ സമയത്ത് അവരുടെ തലച്ചോറിൽ ടെലാമറസ്, അതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടാ കണ്ടെത്തലിന്. അമേരിക്കയിലൊരു സയൻറ്റിസ്റ്റ് 2010 എലിസബത്തിന്